تيميس. വിനോദ് ഗത്തേൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വൺ ഡേ ടൂറാണ് ഞങ്ങൾ പോകുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ. അതിൻ്റെ യാത്രയിലാണ്. ഹാരിക് ഓറഞ്ച് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ഇത് റൗണ്ട് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു 300 കിലോമീറ്ററാണ്. അതായത് 2 മണിക്കൂറിൻ്റെ മീതെ ട്രാവലിംഗ് ഉണ്ട്. അങ്ങോട്ട് 150 കിലോമീറ്ററും തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ റിയാദിലേക്ക് വരുമ്പോൾ 150 കിലോമീറ്ററും, അങ്ങനെ 300 കിലോമീറ്റർ. അപ്പോൾ പോകുന്ന വഴികളെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ മരുഭൂമിയിലൂടെ പോകുമ്പോൾ 2 സൈഡിലും ഒരുപാട് കാണാൻ ഭംഗിയുള്ള മലകൾ, കുന്നുകൾ, പിന്നെ ഒരു സൈസ് കല്ലുകൾ വെട്ടിയെടുത്തിട്ട്, പാറകൾ വെട്ടിയെടുത്തിട്ട് വെട്ടിയ ഭാഗങ്ങൾ നല്ല ഭംഗിയിൽ നിൽക്കുന്നത്, അത് വളർന്നു വരുന്ന പാറകൾ പോലെയാണ്. ഇത് നല്ല ഭയങ്കര ഭംഗിയാണ്. അതായത് വെറും ഒരു യാത്ര, വണ്ടിയിലിരുന്നുള്ള ഒരു യാത്രയല്ല, കാറിലിരുന്നുള്ള ഒരു യാത്ര മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുറമേ ഉള്ള കാഴ്ചകളും കൂടിയിട്ട് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുക ഈ ഒരു ചാനലിലൂടെ എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പുറം ഭാഗത്തുള്ള വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഈ ഹറിക് എന്ന് പറയുന്ന സ്ഥലം ഒരു സിറ്റി ഒന്നല്ല, ഒരു ഗ്രാമപ്രദേശമാണത്. അതായത് സൗദി അറേബ്യയിൽ തന്നെയുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അത് റിയാദിൻ്റെ അത്രയോ അല്ല മറ്റുള്ള സിറ്റികളുടെ പോലെയുള്ള ഒരു ഡെവലപ്മെൻ്റ് ഒന്നും അവിടെ ആയിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം എത്താനായി തുടങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഞാൻ പുറത്തിറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഫ്രണ്ട്സൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ ഈന്തപ്പനത്തോട്ടമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി ഫോട്ടോ എടുത്തു. ഞാൻ പുറത്തിറങ്ങി കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പോൾ ആ സൈഡിൽ കാണുന്ന ഒരു മല പോലെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. സൗദി അറേബ്യയിലൊക്കെ ലോങ് ട്രാവലിംഗ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അതിപ്പോൾ ഫാമിലി ആയാലും ശരി, ബാച്ചിലേഴ്സ് ആയാലും ശരി, നമ്മൾ ഒരു ലോങ് ട്രാവലിംഗ് പോകുമ്പോൾ മരുഭൂമിയല്ലേ, പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലല്ലോ എന്ന് പുച്ഛിച്ച് തള്ളാതെ, നമുക്ക് മരുഭൂമിയിലായാലും ശരി റോഡിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് ഒരുപാട് വിസ്മയ കാഴ്ചകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് മരുഭൂമി. അത് നമ്മൾ പരമാവധി കണ്ട് ആസ്വദിക്കുക. വണ്ടിയിൽ കയറിയ ഉടൻ തന്നെ കിടന്നുറങ്ങാതെ നമ്മൾ 2 സൈഡിലും ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളതിനും കണ്ട് നമ്മളെ ക്യാമറ കണ്ണുകളിലൂടെയും നമ്മളുടെ കണ്ണുകളിലൂടെയും അത് പകർത്തെടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് കൂടുതലും ഈ റോഡ് സൈഡിൽ കാണുന്ന നല്ല നല്ല ഭംഗിയേറിയ ചിത്രങ്ങൾ പോലെ, അതായത് നമ്മൾ കൊത്തി ഉണ്ടാക്കിയ പോലെയുള്ള പാറകളും ഇതൊക്കെയാണ് ഇനി കാണാനുള്ളത്. അതെല്ലാം എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാനത് പകർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ട് ആസ്വദിക്കുക. ഞങ്ങൾ ആദ്യം പോകുന്നത് ഓറഞ്ച് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ്. അത് 3 ദിവസമായിരിക്കും ഈ ഓറഞ്ച് ഫെസ്റ്റിവൽ ഇവിടെ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. പിന്നെ അടുത്ത വർഷം വരെ നമ്മൾ കാത്തിരിക്കണം. അടുത്ത വർഷം ജനുവരി വരെ കാത്തിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓറഞ്ച് ഫാം കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയുള്ള വീഡിയോ ഇതിൽ ഞാൻ
ഉൾക്കൊള്ളിച്ചിട്ടില്ല. കാരണം ലെങ്ത്ത് ഒരുപാട് കൂടും, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് ഓറഞ്ച് ഫെസ്റ്റിവൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.
ഇതാണ് നമ്മുടെ ഓറഞ്ച് ഫെസ്റ്റിവൽ നടക്കുന്ന ഹൽഹറിക്കലെ എൻട്രൻസ് കേട്ടോ. ഓറഞ്ച് ഫെസ്റ്റിവലിൻ്റെ എൻട്രൻസ് ആണത്. ഇവിടെ വേറെന്തോ സംഭവം, ഡ്രസ്സ്, സ്പ്രേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹാല ഓറഞ്ചിൻ്റെ തൈകളൊക്കെ ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അറബിയിലെന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അറബി വായിക്കാൻ അറിയാത്തത് കൊണ്ട് അത് മനസ്സിലായിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഫെസ്റ്റിവൽ നടക്കുന്ന, ഓറഞ്ച് ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു സ്ഥലമാണത്. ഒരു ടെൻറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് സംഭവം നടക്കുന്നത്.